കോടമഞ്ഞിൽ താഴ്വരയിൽ രക്കടമ്പ് പൂക്കുമ്പോൾ തന്നെന്നാ തന്നെന്നാ. ഞാൻ നിൽക്കുന്നത് കോടമഞ്ഞിന്റെ ചുറ്റിലും കോടമഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നന്ദി ഹിൽസ്. നന്ദി ഹിൽസിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച 16-ാം തീയതി നവംബർ 16-ാം തീയതിയാണ് പോയത്. ഞങ്ങള് ഹെബ്ബാലിയിൽ നിന്ന് ഏകദേശം 52 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇറങ്ങി ദേവനഹള്ളിയൊക്കെ കഴിയുമ്പോൾ ചുറ്റിനും രണ്ട് സൈഡിൽ യൂക്കാലിപ്റ്റസ് ട്രീസ് ഒക്കെ ഉള്ള ഒരു റോഡിൽ കൂടി അതുകൊണ്ടാണ് ഇരുട്ട് കേട്ടോ. നമ്മൾ 4:45 ഇറങ്ങിയെങ്കിലും ആ സമയത്ത് ഇറങ്ങിയാൽ പോരാ കേട്ടോ. അത് സൺഡേ ആയിരുന്നു. നമ്മൾ അതിനു മുന്നേ ഇറങ്ങേണ്ടതായിരുന്നു. കുറച്ച് ഇങ്ങോട്ട് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, എനിക്ക് മനസ്സിലായത്. ഞാനും മോനും കൂടെ പോയ കാറിൽ. പക്ഷെ കണ്ടോ, ഫുൾ ഓഫ് ട്രാഫിക് ജാമിലായിപ്പോയി. അതായത് നമുക്കങ്ങോട്ട് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. സ്കൂട്ടറും ഈ 2 വീലേഴ്സ് ഒക്കെ ഇല്ലേ, ബൈക്കും സ്കൂട്ടറും ഒക്കെ പെട്ടെന്ന് അതിൻ്റെ ഇടവഴിയൊക്കെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ക്ലിയർ ആകുന്നുണ്ട് ട്രാഫിക്. അങ്ങനെ ഏകദേശം സൺറൈസ് ആയി. നമുക്ക് ആ സൈഡിൽ മലയൊക്കെ അവിടെ ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. പക്ഷേ പോകുന്ന ആ ഹില്ലി ഏരിയയിലേക്കല്ലേ നമ്മൾ. വളരെ ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. നമുക്കൊന്നും നല്ല ഡ്രൈവിന് പോകുന്നവർക്കും രാവിലെയൊക്കെ മോർണിംഗ് ഇതുപോലുള്ള അവധി ദിവസങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ പോകാം. അത് തന്നെയല്ല, ബാംഗ്ലൂരിൽ വരുന്നവർക്ക് എവിടെയാണ് സൺറൈസ് എന്ന് പറഞ്ഞാൽ അതുപോലെ കോടമഞ്ഞ് എൻജോയ് ചെയ്യുക, സ്നോഫാൾ, അതുപോലെ ഫോഗ് എന്ന് പറയുന്നത്, സ്നോഫാൾ എന്ന് പറയാൻ പറ്റില്ല, ഫോഗും മിസ്റ്റും ഒക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് ഇവിടെ വരാം. ഈ ഓൺ ദ വേ ഇതൊക്കെ നല്ല ബയോഡൈവേഴ്സിറ്റിയാണ് ഇത് കേട്ടോ. ഫുൾ ഓഫ് ഫോറസ്റ്റ് ആണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല കുറച്ച് ജാക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സോക്സും അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ. ക്യാപ്പൊക്കെ എടുത്തോണം. ഈ വൂളൻ ക്യാപ്പൊക്കെ കണ്ടില്ലേ. ആൾക്കാരൊക്കെ അവിടെ ഈ ട്രാഫിക് ജാമൊക്കെ ഉള്ളിടത്ത് നിന്ന് വണ്ടി ഇട്ടിട്ട് നടന്നൊക്കെ വെറുതെ ഇങ്ങനെ നടന്നൊക്കെ നോക്കുക. കണ്ടില്ലേ, കുരങ്ങനെ കണ്ടോ. ഈ പോകുന്ന വഴിയെല്ലാം കുരങ്ങന്മാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ അവിടെയും ഉണ്ട്. പക്ഷെ നമ്മളൊന്നും ചെയ്യത്തൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഫുഡൊക്കെ കൊടുക്കാം. ഇതിനകത്തുണ്ടല്ലോ ഈ ഫോറസ്റ്റിനകത്ത് ധാരാളം ബേർഡ്സ് ഉണ്ട്. ബേർഡ് വാച്ചിങ് ചെയ്യാനുള്ളവർക്കും ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ പ്രസിദ്ധമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ ടിപ്പു സുൽത്താൻ്റെ ഒരു ഫേമസ് പാലസ് ഉണ്ടായിരുന്നു. സമ്മർ പാലസ് ആയിരുന്നു അത്. ബിക്കോസ് ഇവിടെ നല്ല കൂളിംഗ് അല്ലേ. അതുപോലെ 2 ടെമ്പിൾസ് ഉണ്ട്. ഭോഗനന്ദീശ്വര, യോഗനന്ദീശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞു. പിന്നെ ഒരു പോണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിതൊന്നും കണ്ടില്ല ശരിക്കും പറയുകയാണ്. കാരണം ഈ പോകുന്ന വഴിയിലേ ഒരു 3 മണിക്കൂർ ഇങ്ങനെ ട്രാഫിക്കിലായിപ്പോയി നമ്മൾ. പക്ഷേ നമുക്കത് ട്രാഫിക്കിലാണെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങി നിന്നു, കാഴ്ചകളൊക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. നിങ്ങൾ പോകുമ്പോഴുണ്ടല്ലോ ഇഷ്ടം പോലെ സ്നാപ്സ് എടുക്കാം, നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോറീസൊക്കെ ഇടാം. ഓക്കെ, ഈ ടൈറ്റാനിക് കണ്ടില്ലേ, കൈയൊക്കെ വിടർത്തിയിട്ടുള്ള എന്ന് പറയുന്ന പോലെ നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക്, നേച്ചർ ലവേഴ്സിനൊക്കെ ഭയങ്കര നല്ല സ്ഥലമാണ് കേട്ടോ. ഇത് ചിക്കബല്ലാപൂർ ഡിസ്ട്രിക്റ്റിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് 60 കിലോമീറ്റർ. ഞങ്ങൾക്ക് ഹെബ്ബാലിൽ നിന്ന് ഏകദേശം 52. NH7 നമ്മൾ പോകുന്നത്. ദേവനഹള്ളി എയർപോർട്ടിൽ നിന്നാണ് ഇത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. ശരിക്കും മജസ്റ്റിക്കിൽ നിന്ന് വരുമ്പോൾ വേറെ റൂട്ടിലാണ് വരുന്നത്. മജസ്റ്റിക്കിലും ഒക്കെ വരുമ്പോൾ അപ്പം ഈ ചിക്കബല്ലാപൂർ വരെ വരുന്നവർക്ക് ട്രെയിനിൽ വന്നിട്ട് ടാക്സിയിൽ പോകാൻ പറ്റും. അങ്ങനെയാണ്. നമ്മൾ ഇതുവരെ റീച്ച് ആയിട്ടില്ല. ആക്ച്വലി നമുക്ക് 52 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 1 hour ട്രാവലൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ എത്തിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ട്രാഫിക്കിലായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം അതിൻ്റെ എൻട്രൻസിൽ എത്തുവാണ്. എൻട്രൻസിൽ നമ്മൾ ഏകദേശം 3 കിലോമീറ്റർ മേളിലോട്ട് കയറിപ്പോയാലേ, കുറച്ച് കയറി ചെന്നാലേ നമുക്ക് ഈ നന്ദി ഹിൽസിൽ എത്തുള്ളൂ. മനസ്സിലായോ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ 2 സൈഡിൽ കണ്ടോ, നമ്മൾ സൺറൈസിൻ്റെ ആ ഭാഗമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഓക്കെ, ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എൻറ്റർ ചെയ്യുന്ന ആ ഭാഗം, അങ്ങോട്ട് എൻറ്റർ ചെയ്യുന്ന വളരെ ബ്യൂട്ടിഫുൾ ആണ്. അങ്ങോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ കണ്ടില്ലേ, 2 സൈഡ് നിറയെ വണ്ടികൾ പോകുന്നുണ്ട്. സൺഡേ അല്ലേ, സൺഡേ മോർണിംഗ് ആണല്ലോ. ഏകദേശം 8:30 മണി ആയിട്ടുണ്ട് കേട്ടോ. സൺറൈസ് കാണാനോ ഇനി ആലോചിച്ചിട്ടേ കാര്യമില്ല. ഇനി എന്തെങ്കിലും പോകുമ്പോൾ ഒരു 3:30 ഇറങ്ങി പോകണം. നമ്മൾ 1 hour ട്രാവലിംഗ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഒരു 6 മണിക്ക് എത്തും എന്നാണ് വിചാരിച്ചത്. ചെന്ന ഉടനെ നമ്മൾ റിഫ്രഷ്മെന്റ് ഒരു സ്ഥലത്ത്, ഒരു ബേക്കറി പോലത്തെ സ്ഥലത്ത് കയറി ഇരുന്നിട്ട് നമ്മൾ
അവിടെ മൊമോസും ചായയൊക്കെ കഴിച്ചു. പിന്നെ സമൂസ ഒക്കെ നല്ല ചീസിൻ്റെ ഒക്കെ ആയിരുന്നു, നല്ലതായിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ കാണാനായിട്ട് ഇറങ്ങി നടന്നത് കേട്ടോ. സോ ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടോ, ഇതൊക്കെയാണ് പാർക്കിംഗ് ഒക്കെ താഴോട്ട് നോക്കിയാൽ കാണാം. അവിടെ ഇവിടെയൊക്കെ ചില ചില വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെ എല്ലാവരും വരുന്നവരെല്ലാം അവിടെ ഇവിടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോകുമ്പോഴേ നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് എടുത്തോണം. നെറ്റ്വർക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. പിന്നെ വൈഫൈ ഒക്കെ ഷെയർ ചെയ്താൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സൺറൈസ് പോയിൻ്റൊക്കെ, വ്യൂ പോയിൻ്റൊക്കെ. അതുകൊണ്ട് കുറച്ച് ഏർലി പോകാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ല കേട്ടോ. അവിടെ നല്ല അടിപൊളി വ്യൂ, അത് നമുക്ക് കാണാനേ പറ്റിയില്ല. സോ ഈ 4 മണിക്കൊന്നും അല്ല, ഒരു 3:30-ക്കെങ്കിലും ഇറങ്ങിയാൽ നമ്മളൊരു 6 മണിക്ക് അവിടെ എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ നമുക്ക് സൺറൈസ് കിട്ടുള്ളൂ. ആ കോടമഞ്ഞൊക്കെ നല്ല എക്സ്ട്രീംലി എൻജോയബിൾ. സോ എല്ലാവരും പോകണം, കാണണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.